ചാലിശ്ശേരി പഞ്ചായത്തിലെ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നഴ്സിന് അണലിയുടെ കടിയേറ്റു. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി ICUയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ എസ്റ്റേറ്റ് പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഡ്യൂട്ടിക്കിടെ നഴ്സിന് വിഷപ്പാമ്പിന്റെ കടിയേറ്റു. ചാവക്കാട് സ്വദേശിനിയും കഴിഞ്ഞ 2.5 വർഷമായി ഇവിടെ നഴ്സായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്ന മിസ്രിയയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ആരോഗ്യനിലയിൽ പുരോഗതി പ്രാപിച്ചതോടെ ഇവരെ റൂമിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ആശുപത്രി കെട്ടിടത്തിന്റെ പിൻവശത്ത് വെച്ചാണ് മിസ്രിയയുടെ കാലിൽ കൂറ്റൻ അണലി കടിച്ചത്. പെരുമണ്ണൂർ, കൂറ്റനാട്, വലിയ പള്ളി പ്രദേശം, എസ്റ്റേറ്റ് പടി, ചൗച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി ദിനംപ്രതി 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. ആശുപത്രി പരിസരത്ത് ആഴ്ചകൾക്ക് മുൻപ് വെട്ടിയിട്ട മരങ്ങൾ മാറ്റാതെ കിടക്കുന്നതും ഇതിനു ചുറ്റും വൻതോതിൽ പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നതുമാണ് ദുരന്തത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ കാടിനുള്ളിൽ നിന്നാണ് പാമ്പ് എത്തിയതെന്നാണ് നിഗമനം. വലിപ്പമേറിയ അണലിയായതിനാൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നത് രോഗികളുടെയും പ്രദേശവാസികളുടെയും ഭീതി വർദ്ധിപ്പിക്കുന്നു. സർക്കാർ സ്ഥാപനത്തിൽ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയ്ക്കെതിരെ നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പെരുമണ്ണൂർ എസ്റ്റേറ്റ് പടി ഹെൽത്ത് സെൻ്ററാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നൈസ് ഇതിൻ്റെ പരിസരം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പാമ്പിൻ്റെ കടിയേറ്റു. അണലി എന്ന് പറഞ്ഞാൽ വളരെ വിഷം കൂടിയൊരു വർഗത്തിൽപ്പെട്ടുള്ളതാണ്. സീരിയസ് ആയിരുന്നു, ICUയിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിട്ടപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഇപ്പം അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ ശോചനീയാവസ്ഥ വളരെ പെട്ടെന്ന് അധികാരികളൊന്നും ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇവിടെ മാസത്തിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഷർ, ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. മാസത്തിലൊരിക്കൽ ഡോക്ടറുടെ പരിശോധന ഉണ്ട്. നമ്മുടെ ഹെൽത്ത് സെൻ്റർ വളരെ ദയനീയ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്.